പി.ബി. ശ്രീനിവാസ് മലയാളത്തിൽ വളരെ കുറച്ച് ഗാനങ്ങളെ പാടിയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പി.ബി. എന്നതിൻ്റെ എക്സ്പാൻഷൻ പ്രതിവാദ ഭയങ്കര എന്നാണത്രേ. അതായത് പ്രതിവാദ ഭയങ്കര ശ്രീനിവാസ്. പക്ഷേ ഈ ഭയങ്കര എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ശ്രീനിവാസ് സാർ വളരെ ഭയങ്കരനായ ഒരാളാണെന്ന്. ഇത്രയും സോഫ്റ്റായൊരു മനുഷ്യനെ ജീവിതത്തിൽ കാണാൻ സാധിക്കില്ല. പി.ബി.എസ്. സാർ പാടിയ വളരെ മനോഹരമായ ഗാനങ്ങൾ തമിഴിലും കന്നഡത്തിലും എല്ലാം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് കന്നഡത്തിലെ സൂപ്പർ സ്റ്റാറായിരുന്ന രാജ്കുമാറാണ്. രാജ്കുമാർ തന്നെ ഒരു പ്രശസ്ത ഗായകനായിരുന്നു. എങ്കിലും അദ്ദേഹം ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചത് പി.ബി.എസിൻ്റെ ശബ്ദമായിരുന്നു. പിന്നീട് അദ്ദേഹം സ്വന്തം ശബ്ദത്തിലേക്ക് മാറി എന്നത് വേറെ കാര്യം. ലതാ രാജുവും പി.ബി. ശ്രീനിവാസ് സാറും ചേർന്ന് പാടിയ മനോഹരമായൊരു കുട്ടിപ്പാട്ടുണ്ട് ത്രിവേണി എന്ന ചിത്രത്തിൽ. വയലാർ രചിച്ച് ദേവരാജ് മാസ്റ്റർ സംഗീതം പകർന്ന കിഴക്ക് കിഴക്കൊരാന. കിഴക്ക് കിഴക്കൊരാന പൊന്നണിഞ്ഞു നിൽക്കണ്, ആലവട്ടം വെഞ്ചാമരം താലി പീലി നെറ്റിപ്പട്ടം. കിഴക്ക് കിഴക്കൊരാന പൊന്നണിഞ്ഞു നിൽക്കണ്, ആലവട്ടം വെഞ്ചാമരം താലി പീലി നെറ്റിപ്പട്ടം. മാനത്ത് നീർത്തുന്ന മുത്തുക്കുട, കാലത്ത് ചുരുക്കുന്ന മുത്തുക്കുട. മാനത്ത് നീർത്തുന്ന മുത്തുക്കുട, കാലത്ത് ചുരുക്കുന്ന മുത്തുക്കുട. ആ മുത്തുക്കുടയുടെ താഴെ വെള്ളിപ്പുഴയുടെ ചാരെ കൊടുത്തുടയൊരു പൊന്നുണ്ണി. ഉണ്ണി വിരൽ തൊടുന്നതെല്ലാം മരതകം മാണിക്കം. കിഴക്കു കിഴക്കൊരാന പൊന്നണിഞ്ഞു നിൽക്കണ്, ആലവട്ടം വെഞ്ചാമരം താലി പീലി നെറ്റിപ്പട്ടം. ആകാശ പാൽക്കടലിൽ പൊന്നാലില, അമ്മാന തിരകളിലെ പൊന്നാലില. ആകാശ പാൽക്കടലിൽ പൊന്നാലില, അമ്മാന തിരകളിലെ പൊന്നാലില. ആ പൊന്നാലിലയുടെ മീതെ തിരയുടെ മീതെ കിലുക്കിലെയൊരു പൊന്നുണ്ണി. ഉണ്ണിക്ക് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. കിഴക്കു കിഴക്കൊരാന പൊന്നണിഞ്ഞു നിൽക്കണ്, ആലവട്ടം വെഞ്ചാമരം താലി പീലി നെറ്റിപ്പട്ടം. സ്വന്തം ഭാഷയെ ഏറ്റവും അധികം സ്നേഹിക്കുന്നവരാണ് തമിഴ്നാട്ടുകാർ. അത് അവരുടെ എല്ലാ കലകളിലും നമുക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കും. പാട്ടിലാവട്ടെ, നൃത്തത്തിലാവട്ടെ, നാടകത്തിലാവട്ടെ, എല്ലാത്തിലും തമിഴ് എന്നുള്ള ഒരു ഉണർവ് അവരെ വേർതിരിച്ചു നിർത്തും. ഭാരതിദാസൻ്റെയും ഭാരതിയാരുടെയും എല്ലാ കവിതകളിൽ ഈ തമിഴ് വളരെയധികം ഉയർന്നു നിൽക്കുന്നുണ്ട്. ഭാരതിദാസൻ്റെ ഒരു കവിതയുണ്ട്, തമിഴുക്കും അമുതെன்று പെയർ. തമിഴിന് അമുതെന്നും പറയാം എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. എന്നുവെച്ചാൽ തമിഴിനെ വർണ്ണിച്ചിരിക്കുകയാണ് പലതായിട്ടും.
തമിഴെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവവായുവാണ്, ജീവശ്വാസമാണ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് സുശീലാമ്മയാണ്. വിശ്വനാഥൻ രാമമൂർത്തിയുടെ ഈണം. KR വിജയാണ് ഈ രംഗത്ത് അഭിനയിച്ചിരിക്കുന്നത്, പഞ്ചവർണ്ണക്കിളി എന്ന ചിത്രത്തിൽ. KR വിജയമ്മ ഈ രംഗത്ത് അഭിനയിച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ആ തമിഴ് ഉണർവ് എന്താണെന്നുള്ളത് മനസ്സിലാവും. அந்த தமிழ் இன்பத் தமிழ் எங்கள் உயிர்